ശ്രീ ഷാജഹാൻ, രക്തസാക്ഷികളോട് പൊതുവിൽ പാർട്ടിക്കാർ ബഹുമാനം കാണിക്കാറുണ്ട്. പാർട്ടിക്ക് വേണ്ടിയാണല്ലോ അവർ ജീവൻ കൊടുത്തത്. അവർക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നത് പണ്ട് മുതലേയുള്ള കലാപരിപാടിയാണ്. പണ്ടൊക്കെ പിരിക്കുന്ന ഓരോ തുട്ടും വരവ് വെക്കുമായിരുന്നു, കണക്കുകൾ കൃത്യമായിരുന്നു, അത് കമ്മിറ്റികളിൽ പരിശോധിക്കും. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ പാർട്ടി സംവിധാനം കുത്തഴിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പണത്തിൻ്റെ കാര്യത്തിലും തിരിമറികളും ക്രമക്കേടുകളും അരങ്ങേറി. കൈയിട്ട് വാരി ശീലിച്ചവർ രക്തസാക്ഷി ഫണ്ടും മുക്കി. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിൻ്റെ നേട്ടങ്ങളിൽ ഒന്നായി ഈ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പും ഉയർത്തിക്കാട്ടേണ്ടതല്ലേ? നമ്മൾ CPM-ൻ്റെ ഇതപ്രഥമമായിട്ടുള്ള ചരിത്രത്തിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തതും ഒരിക്കലും കേൾക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ നടക്കുന്നത്. ഞാൻ ഈ കുഞ്ഞികൃഷ്ണൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ നടന്ന ഒരു സംഭവവികാസം. കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും സുസംഘടിതമായിട്ടുള്ള പാർട്ടി സംവിധാനമുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. ആ കൊല്ലം ജില്ലയിൽ 3 പതിറ്റാണ്ട് കാലം CPM-ൽ പ്രവർത്തിക്കുകയും 2 തവണ എന്തോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒക്കെ ആവുകയും അവിടുത്തെ എന്തോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ഒക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു വനിത, കൊല്ലം ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ, ആ വനിത മുസ്ലിം ലീഗിലേക്ക് ചേർന്നിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസവും അതിൻ്റെ തലേ ദിവസവും മറ്റോ ആണ് വയനാട്ടിൽ ജയൻ എന്നും പറഞ്ഞിട്ട് അവിടെയുള്ള ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാക്കന്മാരിൽ ഉള്ള ഒരാൾ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അയാൾ അവസാനിപ്പിക്കും. ഇനി ഈ കുഞ്ഞികൃഷ്ണൻ്റെ കാര്യം നമ്മളൊന്ന് എടുത്ത് നോക്കൂ. ഇത് എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത്? കേരളത്തിലെ CPM-ൻ്റെ ചുവപ്പ് കോട്ടയായിട്ടുള്ള കണ്ണൂരിന് അപ്പുറത്ത് പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഓർക്കുകയാണ്. 2006 ഇലക്ഷൻ പ്രചരണ കാലത്ത് അന്ന് VS-ൻ്റെ കൂടെ ഞാനുണ്ട്. പയ്യന്നൂർ അവിടെ ഒരു മൈതാനത്ത് കൂടിയൊരു യോഗത്തിൽ ഒരു 10-15,000 ആളുകൾ അന്ന് VS-ൻ്റെ യോഗം കേൾക്കാൻ അവിടെ എത്തിയത് ഞാനിപ്പോഴും ഓർക്കുന്നു. അപ്പം അതുപോലുള്ളൊരു ചുവപ്പ് കോട്ടയിൽ എത്രയോ 1000-10,000 വോട്ടിനാണ് അവിടുന്ന് CPM-ൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നത്. അതുപോലുള്ളൊരു ചുവപ്പ് കോട്ടയിലെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും സുസമ്മതനായിട്ടുള്ള അവിടുത്തെ ഏറ്റവും വലിയ ജനകീയ മുഖമായിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ പയ്യന്നൂരത്തെ മുൻ ഏരിയ സെക്രട്ടറി, അവിടുത്തെ ഇപ്പോഴത്തെ പയ്യന്നൂർ MLA TI മധുസൂദനൻ നടത്തിയിട്ടുള്ള ലക്ഷങ്ങളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2021 മുതൽ നടത്തുന്ന സമരം. എങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ഞാൻ കേൾക്കുമായിരുന്നു. 2021 മുതൽ നടത്തുന്ന സമരം. അതിൽ ഫലം കാണാതെ 2026 പരസ്യമായി രംഗത്ത് വരികയാണ്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പയ്യന്നൂർ ഏരിയയ്ക്ക് കീഴിലുള്ള ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. അയാൾ ആ സഖാവ് കണ്ണൂർ എന്തോ റൂറൽ ബാങ്കിൽ പതിറ്റാണ്ടുകളായി ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ മസൂദിനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നടന്നതായിട്ട് പറയുന്നത് എന്താണ്? കൃത്രിമ റെസീപ്റ്റ് ഉണ്ടാക്കി ലക്ഷങ്ങൾ പിരിക്കുന്നു. ആ പിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആ പിരിക്കുന്നത് ഒരു രക്തസാക്ഷിയുടെ പേരിലാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ കാലത്തും നെഞ്ചോട് ചേർക്കുന്നവരാണ് രക്തസാക്ഷികൾ. ആ രക്തസാക്ഷികളുടെ കുടുംബത്തിനെയും ഭാര്യയും മക്കളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിരിച്ച പൈസ അവിടുത്തെ പാർട്ടിയുടെ ഇപ്പോഴത്തെ പയ്യന്നൂർ MLA ആയിട്ടുള്ള TI മധുസൂദൻ
വെട്ടിച്ചു എന്ന് പറയുന്നത് പയ്യന്നൂരിലത്തെ ഏറ്റവും ജനകീയനായിട്ടുള്ള പാർട്ടിയുടെ മുഖമായിട്ടുള്ള കുഞ്ഞികൃഷ്ണനാണ്. 21 മുതൽ അയാൾ നടത്തുന്ന സമരമാണ്. അദ്ദേഹം ഇപ്പോൾ പുറത്ത് വന്നിട്ട് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് സംഭവിച്ചതെന്താണ്? അദ്ദേഹം പൈസ വെട്ടിച്ചതിനെതിരെ സമരം നടത്തിയ അദ്ദേഹത്തെ ക്രൂശിക്കുകയായിരുന്നു ചെയ്തത്. അവസാനം അദ്ദേഹത്തെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ആ തീരുമാനത്തെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ 21-ൽ 17 പേരും എതിർത്തിട്ടും അയാളെ മാറ്റി എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് CPM-ൻ്റെ അന്ത്യം കുറിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കണ്ണൂരത്തെ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോളൂ, ചീട്ട് കൊട്ടാരം പോലെ, അല്ലെങ്കിൽ ഈ ഒരു കുപ്പിക്കിട്ട് നമ്മൾ കല്ലെറിഞ്ഞാൽ കുപ്പി ഇങ്ങനെ പൊട്ടിത്തെറിക്കും, അതുപോലെ കണ്ണൂരിലത്തെ പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അതിൻ്റെ ഒരു അവസാനം കുറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, പുതിയതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ എന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഈ പിണറായി വിജയൻ 1998 മുതൽ കെട്ടിപ്പടുത്ത CPM എന്തായിരുന്നുവെന്ന്, ആ CPM എവിടെയാണെന്ന് എത്തി നിൽക്കുന്നത് എന്ന്, പിണറായി വിജയൻ സൃഷ്ടിച്ചു വളർത്തി ഒരു വടവൃക്ഷമാക്കി വലുതാക്കിയ CPM-ൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നത് വളരെ കൃത്യമായി പ്രതിഫലിച്ചിരിക്കുകയാണ്. ഇത് CPM-ൻ്റെ അവസാനത്തിൻ്റെ ആരംഭമെന്നല്ല, അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ഘട്ടത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്.